പാലക്കാട്ടെ വാളയാറിൽ രാംനാരായണൻ എന്ന അതിഥി തൊഴിലാളിയെ ക്രൂരമായ ആൾക്കൂട്ട വിചാരണ നടത്തുന്ന ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു നോക്ക്. ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായണനെ ബംഗ്ലാദേശി എന്ന് ആരോപിച്ച് അവിടെയുള്ള സ്ത്രീകളടക്കമുള്ളവർ ഈ യുവാവിന് ക്രൂരമായ രീതിയിൽ മർദ്ദിച്ച് 40ഓളം ശരീരഭാഗങ്ങളിൽ പരുക്കുപറ്റി ചോര വാർന്നിട്ടാണ് ഈ യുവാവ് മരിക്കുന്നത്. ഇത് നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പറയലുണ്ടല്ലോ, ഉത്തരേന്ത്യയിലല്ലേ, ഇത് ബീഹാറിലല്ലേ, ഇത് UP-യിലല്ലേ. എന്നാൽ ഇത് നമ്മുടെ തൊട്ടടുത്ത് കേരളത്തിലാണ് നടന്നത്. ഇതേപോലെ 2020 അട്ടപ്പാടിയിൽ മധു ഭക്ഷണം കട്ടു എന്നാരോപിച്ച് കൊലപ്പെടുത്തി. ബുദ്ധ കേരളം നോക്കി നിൽക്കെ ഇതേ കൊലപാതകം നടന്നു. ഇപ്പോൾ ഇതാ വീണ്ടും എന്താണ് വംശീയത ആരോപിച്ച് ബംഗ്ലാദേശിയാണ് അവൻ. ബംഗ്ലാദേശിയായാൽ തന്നെ എന്താടാ തനിക്കെന്താ കുഴപ്പം? ഈ ഇന്ത്യ രാജ്യം ഇവൻ്റെ ഒക്കെ തന്തേൻ്റെ വകയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം മനസ്സിൽ വർഗീയതയും വംശീയതയുമാണ് നമ്മുടെ ഉള്ളിലൊക്കെ കടന്നുകൂടിയത്. പല യൂട്യൂബേഴ്സും പല വീഡിയോയിൽ കമൻ്റ് ഇടുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്രയും വർഗീയതയും വംശീയതയുമാണ് നമ്മൾ ഓരോരാളും തുപ്പുന്നത് ചില സന്ദർഭങ്ങളിൽ. ഈ അപകടത്തെ നമ്മൾ ഇപ്പോൾ പ്രതിരോധിച്ചില്ലെങ്കിൽ ഇത് നമ്മുടെ സംസ്ഥാനവും നമ്മുടെ ഓരോ പ്രദേശങ്ങളും നമ്മുടെ അടുത്ത് വരെ എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഒരാളുടെ രാജ്യം പറഞ്ഞ്, ഒരാളുടെ മതം പറഞ്ഞ്, അവൻ്റെ വേഷം പറഞ്ഞ്, അവൻ്റെ ചിഹ്നം പറഞ്ഞ് പരസ്പരം തമ്മിലടിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളെ നമ്മൾ പ്രബുദ്ധ കേരളം അതിനെ തൂത്തുവാരിയെടുത്ത് വേസ്റ്റിലേക്ക് ഇടേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇത് ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിലായാലും ഇത് ഇനി മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് അതിഥി തൊഴിലാളികളോടൊപ്പം പുച്ഛാണ്. എന്നാൽ നമ്മൾ കേരളത്തിൽ ഈ ആസ്വദിക്കുന്ന ഈ ആഡംബരങ്ങൾ അത് നമ്മൾ വേറൊരു രാജ്യത്ത് അതിഥി തൊഴിലാളിയായിട്ട് പോയിട്ട് പണിയെടുത്തിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. അതിന് പോലും നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് നമുക്ക് മനുഷ്യനെന്ന പരിഗണന മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ മനുഷ്യത്വം നശിച്ചു പോയി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഡിസംബർ 19 നടന്ന ഈ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഒരു മാധ്യമങ്ങളോ ചർച്ചകൾ ചെയ്യാൻ വളരെ ചുരുങ്ങിയ മാധ്യമങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഇതുപോലെയുള്ള വിഷയങ്ങൾക്കെതിരെ മതം നോക്കാതെ, ജാതി നോക്കാതെ, വംശം നോക്കാതെ നമ്മൾ തീർച്ചയായും പ്രതികരിക്കേണ്ടതുണ്ട്.